ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഒരു മേക്കിംഗ് വീഡിയോ ആണ്. പരിപ്പ് വടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണല്ലോ പരിപ്പ് വട. പരിപ്പ് വടയുടെ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പരിപ്പ് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് കടലപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു മിക്സിയിലെടുത്ത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കരിവേപ്പില ചേർക്കാം. ഞാൻ ചെറുതായിട്ട് മുറിച്ചാണ് കരിവേപ്പില ഇതിലേക്ക് ഇടുന്നത്. ഇനി ഇതിലേക്ക് കായം ചേർക്കേണ്ടതായിട്ടുണ്ട്. കായപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കട്ടിക്കായം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ചേർക്കാം. ഞാൻ കട്ടിക്കായം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെ വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കുന്നതും നല്ലതാണ്. പക്ഷേ സാധാരണ നാടൻ പരിപ്പ് വടയ്ക്ക് മല്ലിയില ചേർക്കാറില്ല. നമ്മൾ കരിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതെല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ, അതിൻ്റെ ഉപ്പൊക്കെ പരിപ്പിൽ നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതാണെങ്കിലും ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. എങ്കിലേ നമുക്കിത് ബോൾ പിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പരിപ്പ് വട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യത്തിനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നു. അതുപോലെ കൈ നനച്ചെടുക്കുക. 2 കൈയും നനച്ചെടുക്കുക. ആ നനഞ്ഞ കൈയിലേക്ക് തന്നെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന വടയുടെ ബോൾ വെക്കുക. എന്നിട്ട് അടുത്ത കൈ കൊണ്ട് തന്നെ ഒന്ന് അമുക്കി വിടുക. ഇനി ഇത് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ വടയും അതുപോലെ ഒന്ന് അമുക്കാം. ഇടയ്ക്ക് കൈയൊന്ന് നനച്ചു കൊടുക്കണം. ഒരു സൈഡ് ചെറിയ കളറായി വരുന്നു. അപ്പം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അല്പം തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഞാനിത് കഴിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കായൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, അതൊക്കെ എടുത്തറിയുന്നുണ്ട്. കൊള്ളാം.
നല്ലൊരു പലഹാരമാണ്, നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പരിപ്പുവടയുടെ കൂടെ പാളയംകോടൻ പഴമാണ് കോമ്പിനേഷൻ, പിന്നെ കട്ടൻ കാപ്പിയും. ഇന്നിപ്പോൾ ഞാൻ പരിപ്പുവട തന്നെ കഴിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.